RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ആഴ്സണലിനെ കുറിച്ചാണ്. ആർട്ടറ്റയുടെ ആഴ്സണലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. രണ്ടേ രണ്ട് വിജയങ്ങൾ മാത്രം സ്വന്തമാക്കിയാൽ അവര് ഇംഗ്ലീഷ് പ്രീമിയർ ടൈറ്റിൽ അടിക്കാൻ പോകുന്ന 22 വർഷത്തെ കാത്തിരിപ്പാണ്. 22 വർഷം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാത്തിരിപ്പ് തന്നെ. അവരുടെ ഫാൻസിനാണ് സമ്മതിക്കേണ്ടത്. എന്നിട്ടും അവർ ഇപ്പോഴും ആ എനർജിയിൽ ആ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ വലിയൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ 22 വർഷം ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിച്ചിട്ട് 22 വർഷമായിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ ക്ലബിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ചാമ്പ്യൻസ് ലീഗ് എന്ന സ്വപ്നം അവർക്ക് നേടാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ക്ലബിനെ ഇങ്ങനെ ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ഫാൻസിന് കൊടുക്കണം. ഇന്നലെ രാത്രി നടന്ന ബേൺലിയിൽ നടന്ന വിജയം എന്ന് പറയാം, ബേൺലിക്കെതിരായിട്ടുള്ള വിജയം എന്ന് പറയാം. എന്താന്ന് പറഞ്ഞാൽ ഇനി 2-2 മത്സരമാണ്. ക്രിസ്റ്റൽ പാലസ് ആയിട്ടുള്ള അവസാന മത്സരം, അതിൽ വിജയിക്കുക, അതിനുശേഷം PSG ആയിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലും കൂടി വിജയിച്ചാൽ സ്വപ്നതുല്യമായ ഒരു സീസൺ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കുക, അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ്. ഏതൊരു ക്ലബും ആഗ്രഹിക്കുന്ന ആ ഒരു സ്വപ്ന കിരീടത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനി 2-2 മത്സരങ്ങൾ വിജയമാണ്. 2-2 മത്സരമൊന്നും വേണ്ട. ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന മാഞ്ചസ്റ്റർ സിറ്റി വിസസ് AFC ബോൺമൗത്ത് ആയിട്ടുള്ള മത്സരത്തിൽ സിറ്റിക്ക് എങ്ങാനും ഒരു പരാജയം മണക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പരാജയം നുകരാണെങ്കിൽ, ആഴ്സണൽ ഈസ് ദ ചാമ്പ്യൻസ്. 2025-26 സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ചാമ്പ്യന്മാരാവാണ് ആർട്ടറ്റയുടെ ഗണ്ണേഴ്സ് എന്ന് പറയാം. അവര് ബീരങ്കി കൊണ്ട് ഇങ്ങനെ തുരുതുരാന്ന് വെടിവെച്ചിട്ട് ആഘോഷിക്കാൻ പോവാണ്. ഇനി ഒരേ ഒരു മത്സരം, അത് ക്രിസ്റ്റൽ പാലസ് ആയിട്ടുള്ളതാന്നുള്ളതാണ് ഒരൊറ്റ കാര്യം. ഇന്നലെ രാത്രി നടന്ന ബേൺലിയായിട്ട് മത്സരത്തിൽ ഒരൊറ്റ ഗോളിന്റെ എവേർട്സിന്റെ ഒരൊറ്റ ഗോളിലാണ് ആഴ്സണൽ ആ ഒരു എന്താ പറയാ ഹാഫ് ടൈമിന് ശേഷം ഇങ്ങനെ ഹൃദയമെടുപ്പ് കൂടിയ നിമിഷങ്ങളിലൂടെ കടന്നു പോയിരിക്കണം ഓരോ ആഴ്സണൽ ഫാൻസ്. അതേപോലെ കളി കാണുന്ന നമുക്കൊക്കെ ഏത് സമയം തിരിച്ചൊരു ഗോൾ വീണ് കഴിഞ്ഞാൽ അവസാനത്തെ ആ ത്രോയിനൊക്കെ 90+7 മിനിറ്റിൽ ആ ത്രോയിനൊക്കെ വന്ന സമയത്ത് എന്താ പറഞ്ഞാൽ ചരിത്രങ്ങൾ അപ്പത്തനും കമന്ററി പറയുന്നുണ്ട്, ഇവർക്ക് ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്, ആ ചരിത്രത്തിലേക്ക് പോവാതിരിക്കട്ടെ എന്ന്. കുറെ നെടുവീർപ്പുകളുടെയും കണ്ണീരുകളുടെയും സന്തോഷത്തിന്റെയും ആ ഗാലറിയിൽ നിന്ന് കണ്ടതാണ്. ഒരു ഭാഗത്ത് ചിയർ വിളിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ഏരിയയിൽ എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ ഒരു സമനില ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ പറഞ്ഞാൽ ഗോൾ ശരാശരിയിലൊക്കെ സിറ്റിക്കൊപ്പം നിൽക്കുന്നത്. സമനിലയ്ക്ക് പോലും അവർക്ക് ആ ഒരു കപ്പ് ഇത്രയും ഈ ഒരു സീസണിൽ 38 മത്സരങ്ങളിലും 37 മത്സരങ്ങളും ഇങ്ങനെ ഒന്നാം സ്ഥാനത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവസാനങ്ങളിൽ ഈ ഒരു കലോട്ടടയ്ക്കുന്ന പരിപാടി ഈ സീസണിലേക്ക് ഉണ്ടാവരുത് എന്നുള്ള അതിൽ പ്രാർത്ഥനയോടുകൂടിയിട്ട് ആ കാണികൾ ഒരു സൈഡ് ചിയർ വിളിച്ചുകൊണ്ട് ഇങ്ങനെ വാർത്തെടുപ്പിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഒരുപാട് ഫാൻസുകാർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറെ കണ്ണീരുകളും കുറെ എന്താ പറയാ അത് പറയാൻ വാക്കുകളില്ല. അങ്ങനെ ഒരു നിമിഷത്തിലൂടെ കടന്നു എന്താ പറയുക, അത് നന്നായിട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അർജന്റീന ഫാനാണ്, മനസ്സിലാവില്ല, ഇതൊന്നും പറയണല്ലോ. കളർ TV വന്നിട്ട് നിങ്ങൾ കപ്പെടുത്ത് കണ്ടിട്ടുണ്ടോ, എന്തൊക്കെ ട്രോളുകൾ ഏറ്റുവാങ്ങി. അതേപോലെ ഒരു ഫാൻസാണ് ആഴ്സണൽ ഫാൻസ്. എന്താ പറഞ്ഞാൽ ഇവര് ചെയ്യുന്ന എല്ലാം കൊടുക്കും, പക്ഷെ അവസാനം ലീഗുകളിലായിക്കോട്ടെ, അതിപ്പോ ചാമ്പ്യൻസ് ലീഗ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് പ്രീമിയർ ആയിക്കോട്ടെ, അവസാനം എത്തുമ്പോൾ ഇവർക്കൊരു കാലഘട്ടമുണ്ട്. അതില്ലാതെ ഇപ്പോഴും അവസാനിച്ചതൊന്നും പറയാൻ പറ്റില്ല. ഒരു പിടി മുന്നിലാന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനിയും ഒരു മത്സരം, അത് വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നേടാനില്ല എന്നുള്ള കാര്യമാണ്. എന്താ പറഞ്ഞാൽ ഒരു സമനിലയ്ക്ക് പോലും അവിടെ ചാൻസ് ഇല്ല. സമനില എടുത്താൽ കൂടെ ചിലപ്പോൾ സിറ്റി, ചിലപ്പോൾ പെപ്പിന്റെ ആ ഒരു ശൈലി ഉണ്ടല്ലോ, അവസാനം അങ്ങനെ ഒരു മറിഞ്ഞു വരുന്ന ഒരു ഇതുണ്ടല്ലോ, അത് അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ആഴ്സണൽ കപ്പടിക്കണം ഭയങ്കരമായിട്ട് ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ആഴ്സണലിൽ കുറെ കളികളിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്തപ്പോൾ ഞാൻ അവരെ വിമർശിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ സീസൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആഴ്സണൽ ഫസ്റ്റ് വന്നിട്ട് ഒരു 20 മത്സരങ്ങൾക്ക് ആയ ശേഷം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഈ സീസണിൽ ആഴ്സണൽ അടിക്കണമെന്ന്. പക്ഷെ കളികൾ മോശമാകുമ്പോൾ മോശം തന്നെ പറയണ്ടേ. ഇന്നലത്തെ കളി ബേൺലി ആയിട്ടുള്ള കളിയിൽ അത്യാവശ്യം നല്ല രീതിക്ക് എത്ര ചാൻസുകളാണ് എസയുടെ 1-2 ചാൻസുകൾ, ഒന്ന് ഹെഡ് ചെയ്തിട്ട് അത് ഗോളാന്ന് ഉറപ്പിച്ചപ്പോൾ ഡിഫൻഡർ മേൽ തട്ടി പോകുന്നത്, അതേപോലെ തന്നെ ഒന്ന് ബാറിൽ ടച്ച് ചെയ്ത് പോകുന്നത്, അതേപോലെ ഒന്ന് ക്രോസ് ബാറിൽ തട്ടി തിരിച്ചു വരുന്നത്, സാക്കയുടെ ബോൾ ക്രോസ് ബാറിനെ മുട്ടി ഒരുമ്പി പോകുന്നത്, എത്ര ചാൻസുകളാണ് ഇന്നലെ ഗോളാവാതിരുന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു ആഴ്സണൽ അടുത്ത സമനില മണക്കുന്നു വിചാരിച്ചു. അതാണ് കിട്ടിയ ചാൻസിലൊക്കെ ബേൺലി ആ ഒരു അവസാനക്കാരാണ്, 19 സ്ഥാനക്കാരായിട്ടാണ് ഇപ്പോൾ ലീഗിൽ നിൽക്കുന്നത്. അവരെന്തായാലും റിലേഷൻ സോണിൽ അടുത്ത പണി വാങ്ങിച്ച് പോവാണ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പണി ഇറങ്ങണം. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇത് ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം 1-0 ജയിക്കുന്നത് ആദ്യത്തെ പരിപാടി ഒന്നല്ല. ഈ സീസണിൽ തന്നെ 8ഓളം മത്സരങ്ങൾ ഇവരുടെ 1983 93കളിലേക്കാണ് ഇവർ ഇതേപോലെ 9 ലീഗ് മത്സരങ്ങൾ 1-0
വിജയിച്ചിരിക്കുന്നത്. അതേപോലെ എത്ര 17 ക്ലീൻ ഷീറ്റുകളോളം നേടിയിട്ടുണ്ട് ഈ സീസണിൽ. അതിൽ എടുത്തു പറയേണ്ടത് ഡേവിഡ് റയ എന്ന് പറയുന്ന ഗോൾ കീപ്പർ തന്നെയാണ്. ഈ 1-0 ജയിക്കുക എന്ന് പറഞ്ഞാൽ ലെക്ക് മാത്രമല്ല കേട്ടോ. ഈ ലെക്ക് എന്ന് പറയും ചിലപ്പോൾ 1-0 അവർ ഒരുപാട് മത്സരം ലെക്കിൽ ജയിച്ചിട്ടുണ്ട്. അവരുടെ ഡിഫൻസും ആ ഗോൾ കീപ്പറും കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അത് ചെറുതൊന്നുമല്ല മക്കളെ. ഡേവിഡ് റയ എന്ന് പറയുന്ന ഗോൾ കീപ്പർ വന്ന ശേഷം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇവിടെ ചാമ്പ്യൻസ് ലീഗ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കാഴ്ചയിൽ നിന്ന് അടിക്കണമെന്ന്. അതിനുവേണ്ടി ആൾ 100-ൽ 200% കൊടുത്തിട്ട് ആ ഗ്രൗണ്ടിൽ കളിക്കുന്നത്. ഇന്നും 2-3 കിട്ടുന്ന സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ അവരുടെ ഡിഫൻസ് പോയി കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ആ ക്ലീൻ ഷീറ്റ് നടന്നെങ്കിൽ ആ ഗോൾ കീപ്പർക്ക് കുറച്ചൊക്കെ പണി എളുപ്പമാക്കി കൊടുക്കാനുള്ള പരിപാടികൾ ആ ഡിഫൻഡർമാർ നേടണം. ആ ഡിഫൻഡർമാർ പറഞ്ഞാൽ അതിൽ ഡിഫൻഡർമാർ മാത്രമല്ല, അതിൽ അറ്റാക്കിംഗ് മുതൽ മിഡ്ഫീൽഡ് മുതൽ വിങ്ങുകളിലും എല്ലാ തരത്തിലും എതിർ ടീമിനെ പൂട്ടാൻ വേണ്ടിയിട്ട് അവർ കഠിന പരിശ്രമത്തിലാണ്. ആ പരിശ്രമത്തിലൊക്കെ വിജയിച്ചിട്ട് ഒരു ഗോളെങ്ങാനും ആഴ്സണലിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചടിക്കുക, എതിർ ടീം തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. ഇത് പണ്ട് അറ്റ്ലറ്റിക് മഡ്രിഡിന്റെ ശൈലിയാണ്. കിട്ടിയ ക്യാപ്പിൽ അതേപോലെ തന്നെ എത്ര സെറ്റ് പീസ് ഗോളുകളാണ്, 10-23 സെറ്റ് പീസ് ഗോളുകളാണ് ഈ സീസണിൽ അടിച്ചു കൂട്ടിയിരിക്കുന്നത്. എന്താ പറയാ. അതേപോലെ എബേർട്സിന്റെ ആ ഒരൊറ്റ ഗോളിലാണ് വിജയിച്ചത്. അതേപോലെ തന്നെ ഇടയിൽ ഒരു ഫൗൾ ഉണ്ടായിരുന്നു. ഞാനൊക്കെ വിചാരിച്ചു ഇന്നത്തെ രക്ഷകനും വില്ലനും ഒരേ ആൾ തന്നെ ആവുമെന്ന് വിചാരിച്ചു. എന്താ പറഞ്ഞാൽ 70 മിനിറ്റ് ആയിട്ടുള്ള ആ സമയത്തേക്കാണ് ആ ഫൗള് വരുന്നത്. എങ്ങാനും റെഡ് കാർഡ് കിട്ടിയത്, യെല്ലോ കാർഡിൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടാം. എന്താ പറയുക, ഒരു സോഫ്റ്റ് ടച്ച് ആണ്, പക്ഷെ അത് എന്താ പറയുക ബാക്കിൽ നിന്നായതുകൊണ്ട് ഫൗളിനുള്ള ചാൻസ് ഉണ്ട്, റെഡ് കാർഡിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വാർ കൊടുത്തിട്ട് എന്താവും എന്നുള്ള ഒരു എന്താ പറയുക, ആ സ്റ്റേഡിയം ഒക്കെ ആ ഒരു നിമിഷത്തിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് എന്ത് സംഭവിക്കുന്നതാണ്. പക്ഷേ ഭാഗ്യം കൊണ്ട് യെല്ലോ കാർഡിൽ അങ്ങോട്ട് അവസാനിച്ചു. അല്ലെങ്കിൽ വീണ്ടും ഒരു പണി വാങ്ങിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ പെപ്പിന്റെ സിറ്റിയെ ഇപ്രാവശ്യം എന്താ പറയുക, FA കപ്പും പോയി, കർബോ കപ്പ്, ലീഗ് കപ്പിൽ അവര് ഓൾറെഡി മാഞ്ചസ്റ്റർ സിറ്റിയോട് തോറ്റിട്ട് ട്രോഫി അവിടെ പെപ്പിന് കൊടുത്തിട്ട് വന്നാ, എന്താണ് ഗുരുദക്ഷിണ വെച്ചിട്ട് വന്നതാ. അതേപോലെ തന്നെ FA കപ്പിൽ സദാംപ്ടൺ FC ക്വാർട്ടർ ഫൈനലിലാണ് പുറത്തായത്. അവിടെ സിറ്റി ഹാഫ് കപ്പും തൂക്കി. അങ്ങനെ സിറ്റി ഡൊമസ്റ്റിക് ഡബിൾ അടിച്ച് നിൽക്കുകയാണ്. അവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇനിയിപ്പോൾ 2 കളിയുണ്ട്, 2 ജയിച്ചിട്ടും കാര്യമൊന്നുമില്ല. അവർ അവസാനം ഒരു 3-3 എവർട്ടനായിട്ടുള്ളൊരു പോയിന്റ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി മത്സരത്തിലേക്ക് വേണ്ടിയിട്ടായിരിക്കും എല്ലാ ആഴ്സണൽ ഫാൻസും സിറ്റി ഫാൻസും കാത്തിരിക്കുന്നത്, ഫുട്ബോളിലൊക്കെ ഒന്നായിട്ട് കാത്തിരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ എന്താ പറയുക ഒരു ഫൈനൽസ്. നിങ്ങൾക്ക് ഏത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ് ഇത്രയും ടൈറ്റ് ആയിട്ട് പോയിട്ടുള്ള? എനിക്ക് ആ ഒരു മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു അഗോറോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു കളി മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇവര് ഒരു ഗോളിന് പുറകിൽ നിൽക്കുക. അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളി ഓൾറെഡി കഴിഞ്ഞ് നിൽക്കായിരുന്നു, അവര് ലീഗ് ടൈറ്റിൽ അടിക്കാൻ വേണ്ടി നിൽക്കുക. ആ സമയത്ത് മാഞ്ചസ്റ്റർ സിറ്റി തോറ്റു നിൽക്കുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരു വിജയം ഉണ്ടെങ്കിൽ അങ്ങനെ 90+5 മിനിറ്റ്സുകൾക്ക് 2-2 ആയി 3-2 വിജയിക്കുകയാണ്. അഗോറാണ് അവസാനം ഗോൾ അടിക്കുന്ന കമന്ററി. അഗോറ ആ ഗോൾ അടിച്ചിട്ട് ആ ജേഴ്സി ഊരിട്ട് കറക്കിയിട്ട് ആ ഗോൾ പോസ്റ്റിന്റെ ബാക്കിലൂടെ ഓടുന്ന ഒരു ഓട്ടം ഉണ്ട്. ഇപ്പൊ അത് ലൈവായിട്ട് കണ്ടതാണ്. അത് ഏതോ ഒരു റെസ്റ്റോറന്റിന്റെ സൈഡിൽ നിന്നിട്ട് കണ്ട കളിയാണ്. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല. അങ്ങനെ നിങ്ങൾക്ക് ഏതാണ് ഈ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടൈറ്റിൽ റേസിൽ അത്രയും കോമ്പറ്റീഷൻ ആയിട്ട് നടന്ന ഒരു മത്സരം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ കളിയോട് കൂടിയിട്ട് സാക്ക 50 അസിസ്റ്റ് ആഴ്സണലിന് വേണ്ടിയിട്ട്. ഇതിന് ഓസിലിന്റെ അതേ ഒരു 50 അസിസ്റ്റ് ആ റെക്കോർഡിനെ പോയിരിക്കുന്നത്. ഇനി മോളിൽ ഫാബ്രിക്കാസ് 70, അതേപോലെ തന്നെ ഹെൻറി 74 ഉണ്ട്, അതേപോലെ 94. അതാരാണ് ആഴ്സണലിന്റെ? അതറിയുന്നവരൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഡേവിഡ് റയ എന്ന് പറയുന്ന ഗോൾ കീപ്പർ 19 ക്ലീൻ ഷീറ്റാണ് പ്രീമിയർ ലീഗിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് പീസ് ഗോളുകൾ ഈ സീസണിൽ സെറ്റ് പീസ് രാജാക്കന്മാരെന്ന് തന്നെ പറയുന്ന ആഴ്സണൽ. എന്താ പറയുക, സെറ്റ് പീസുകളിൽ അവരുടെ 18ാമത്തെ ലീഗ് ഗോളാണ് അടിച്ചിരിക്കുന്നത് 2025-26 സീസണിൽ. എന്താ പറയുക. അതേപോലെ തന്നെ ലിവർപൂളിന്റെ ആൻഡി റോബർട്ട്സിന്റെ റെക്കോർഡ് 213 പോയിന്റ് എന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരു സീസണിലുള്ള അത് തകർക്കാൻ വേണ്ടിയിട്ട് ഗബ്രിയലിന് ഇനി 6 പോയിന്റ് മതി റെക്കോർഡ് തകർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് റെക്കോർഡുകളൊക്കെ തിരുത്തിയ ഒരു മത്സരം കൂടിയായിരുന്നു ഇനി. അപ്പൊ എല്ലാവരും കാത്തിരിക്കുന്നത് എന്തിനാണ്? എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്നത്തെ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള മത്സരത്തിന് വേണ്ടിയിട്ടായിരിക്കും. ആഴ്സണൽ ഫാൻസ് എന്നല്ല, സിറ്റി ഫാൻസും എല്ലാ ഫുട്ബോൾ ആരാധകരും കാത്തിരിക്കും. എന്താ പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇന്ന് രാത്രി അവർ ചാമ്പ്യന്മാരാവും, അല്ലെങ്കിൽ അടുത്ത കളി വരെ കാത്തിരിക്കണം. നമുക്ക് ഇവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് ആഴ്സണലിന്റെ അടുത്തുള്ള 13 ഷോട്ടുകളാണ്. അതിൽ 2 മാത്രമാണ് ഓൺ ടാർജറ്റിലേക്ക് വന്നത്. അതേപോലെ ബേൺലി അടുത്ത് 5 ഒരു ഓൺ ടാർജറ്റിലേക്കും വന്നിട്ടുണ്ടായിരുന്നില്ല. 62% പൊസിഷൻ ഉണ്ടായിരുന്നു ആഴ്സണലിൽ. അവിടെ നോക്കുകയാണെങ്കിൽ 38% മാത്രമേ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ. 516 പാസുകൾ ആഴ്സണൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 299 പാസുകൾ മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ.
90% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്ന ആഴ്സണലിന് ബേൺലി നോക്കുകയാണെങ്കിൽ 80% മാത്രം ഉണ്ടായത്. 7 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ 16 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു യെല്ലോ കാർഡും ബേൺലിക്ക് 3 യെല്ലോ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 1, കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ ആഴ്സണലിന് 3 കോർണേഴ്സ് കിട്ടിയപ്പോൾ ബേൺലിക്ക് 3 കോർണേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവരുടെ പോയിന്റ് ടേബിൾ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ 37 മത്സരം കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആഴ്സണലിൽ 25 വിജയവും 7 സമനിലയും 5 തോൽവിയും 69 ഗോളുകൾ അടിച്ചപ്പോൾ 26 ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത്. 82 പോയിന്റുമായിട്ട് 1ാം സ്ഥാനത്താണ്. മാഞ്ചസ്റ്റർ സിറ്റി 2ാം സ്ഥാനത്താണ്. 36 മത്സരം കംപ്ലീറ്റ് ചെയ്തപ്പോൾ 23 വിജയവും 8 സമനിലയും 5 തോൽവി അടക്കം 77 പോയിന്റുമായിട്ട് 5 പോയിന്റ് വ്യത്യാസമുണ്ട്. ഒരു കളി പുറകിലാന്നുള്ളതാണ്. 75 ഗോളുകൾ അടിച്ചു കൂട്ടിയപ്പോൾ 32 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. 43 ഗോളിലാണ് രണ്ട് ടീമും നിൽക്കുന്നത്. ഗോൾ ഡിഫറൻസ് 43ലാണ് നിൽക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് 3ാം സ്ഥാനത്തുള്ളത്. 37 മത്സരം കംപ്ലീറ്റ് ചെയ്തത് 19 വിജയവും 11 തോൽവിയും 11 സമനിലയും 7 തോൽവി അടക്കം 68 പോയിന്റുമായിട്ടാണ് അവർ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എങ്ങോട്ടാണ് പോകാമെന്ന്. ഇനിയും അക്ഷരത്തിൽ പറഞ്ഞാൽ ശരിക്കും ഇനിയും സസ്പെൻസ് നിറഞ്ഞ ഒരു ത്രില്ലർ സിനിമ പോലെ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമാക്സിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.